ഏകദേശം ഇന്ന് ഇവിടെ വരാൻ പോണത് ഒരു 3000 മലയാളികളെങ്കിലും ഉണ്ടാവും. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഓസ്ട്രേലിയയിലെ സൗത്ത് ഈസ്റ്റ് മെൽബണിലുള്ള സെന്റ് തോമസ് പള്ളിയിലാണ്. ഈ പള്ളി ഞാനൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പള്ളിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ പള്ളി ആദ്യമായിട്ട് വെഞ്ചരിച്ചപ്പോൾ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ഇന്ന് ഈ പള്ളിയിലെ ആദ്യത്തെ പെരുന്നാളാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചില്ലറ പെരുന്നാളല്ല, മലയാളികളെല്ലാം കൂടെ അടിച്ചു പൊളിക്കുന്ന ആഘോഷിക്കുന്ന ഒരു സൂപ്പർ പെരുന്നാൾ. ചെണ്ടകളെല്ലാം കൊട്ടുന്നത് നമ്മുടെ ഇടവക്കാർ തന്നെയാണ്. സ്വന്തമായിട്ട് അവരെല്ലാവരും ഒരു ട്രൂപ്പ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്താണ് ഈ ചെണ്ടകൊട്ട് നടത്തുന്നത്. പിന്നെ ഇത്രയും ചെണ്ടമേളങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആർക്കും തന്നെ ശല്യമാകാതെയാണ് ഈ പള്ളി പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചത്. നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ് പ്രദർശനങ്ങളും മറ്റും നടത്തിയത്. മറ്റു രാജ്യങ്ങളിൽ കാണുന്നത് പോലെ റോട്ടിലിറങ്ങി വഴിമുടക്കിയുള്ള പ്രദർശനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത്രയും ശബ്ദങ്ങളും മേളങ്ങളും ഉണ്ടെങ്കിലും ആളുകളുണ്ടെങ്കിലും എല്ലാവരും പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ് നിന്നുകൊണ്ടാണ് ഈ ഒരു പെരുന്നാൾ ആഘോഷിച്ചത്. ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ നാട്ടിലെ പെരുന്നാൾ മിസ് ചെയ്തെങ്കിലും ഇപ്പൊ ഇവിടുത്തെ ഈ പെരുന്നാൾ ആഘോഷം മൂലം നമുക്ക് ആ ഒരു ഫീലിംഗ് മാറിക്കിട്ടി. പിന്നെ ഇവിടെ തട്ടുകടകളും ചായക്കടകളും പെട്ടിക്കടകളും മാങ്ങ കച്ചവടവും ഒക്കെ ആയിട്ട് മാതൃവേദിയും പിതൃവേദിയും അങ്ങനെ എല്ലാവരും കൂടി പെരുന്നാൾ അങ്ങോട്ട് കളറാക്കി. പിന്നെ പെരുന്നാളിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്. അതിന്റെ ഫസ്റ്റ് പ്രൈസ് ടൊയോട്ട RAV4 ആയിരുന്നു കേട്ടോ. എത്ര വലിയ പള്ളിയാണെങ്കിലും നമ്മൾ മലയാളികൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഉദാഹരണമായിരുന്നു ഈ പള്ളി പെരുന്നാൾ. അത്രത്തോളം ആള് കൂടിയത് കാരണം പള്ളിയിൽ ഇരിക്കാനായിട്ട് സ്ഥലം തികഞ്ഞില്ലിരുന്നില്ല. പെരുന്നാളിന്റെ കൺക്ലൂഷൻ എന്നോണം നമുക്ക് നല്ല അടിപൊളി അങ്കമാലി മാങ്ങക്കറി കൂട്ടിയുള്ള സദ്യയും പിന്നെ അതിനുശേഷം കുട്ടികളുടെ ഡാൻസും യൂത്തിന്റെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ കൂടിയിട്ട് വൈകുന്നേരം 3 മണിയോടുകൂടി പെരുന്നാൾ കൂടി ഇറങ്ങി. അങ്ങനെ അടിപൊളി ഒരു പെരുന്നാൾ ആഘോഷം.